പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു സൺഡേ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതര എപ്പിസോഡാണ് ഇന്ന് ഞാൻ കാഴ്ചവെക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു ഷോപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ഷോപ്പിന്റെ പേരാണ് ബണ്ണിങ്സ് വെയർ ഹൗസ്. ബണ്ണിങ്സ് വെയർ ഹൗസിലൂടെയാണ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഫുഡ് ഫെസ്റ്റിവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബണ്ണിങ്സ് വെയർ ഹൗസിന്റെ എൻട്രൻസിൽ തന്നെയാണ് ഈ ഔട്ട്ഡോർ സെക്ഷൻസ് എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് സോഷ്യലൈസിങ് ചെയ്യാൻ പറ്റിയതും ബാർബിക്യൂ ചെയ്യാൻ പറ്റിയതും ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള തിങ്സ് ആണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ബാർബിക്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ബാർബിക്യൂ കുക്കിംഗ് ഡിവൈസ് ആണ് ഈ കാണുന്നത്. ഇതേപോലത്തെ വെറൈറ്റി ഓഫ് ബാർബിക്യൂ കുക്കിംഗ് ഡിവൈസ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വിലയിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോർട്ടബിൾ കുക്കിംഗ് ഡിവൈസ്, ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്യാസ് സ്റ്റൗകൾ, അതാണ് ഈ കാണുന്നത്. സീലിംഗ് ഫാൻസ്, മെയിനായിട്ട് ഇവിടെ സീലിംഗ് ഫാൻസിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. എന്നാലും കുറച്ചൊക്കെ കളക്ഷൻസ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സോളാർ ലൈറ്റ്സിനെ പറ്റി പറയേ വേണ്ട. എന്താ സോളാർ ലൈറ്റ്സിന് മൂക്കില്ലേ എന്ന് ചോദിക്കുന്ന പോലെ സോളാർ ലൈറ്റ്സുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ കടകളിലും ഈ സോളാർ ലൈറ്റിൻ്റെ ഒരു അംഗക്കളി തന്നെയാണ്. ഇത് ഹലോജൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-in-1 ഹീറ്ററാണ്. ഇത് തണുവ് കാലമൊക്കെ വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹീറ്റർ കൂടിയാണ്. 3-in-1 ഹീറ്റർ, ബാത്റൂം ഹീറ്റർ. റാക്സ് ആൻഡ് കബോർഡ്സ് എല്ലാം അസംബിൾ ചെയ്യണ പോലത്തെ മോഡലാണ് കൂടുതലും ഇവിടെ കാണാൻ കഴിയുക. എല്ലാത്തിൻ്റെയും മാനുവൽ അതിൽ തന്നെ ഉണ്ടാവും. മാനുവൽ റീഡ് ചെയ്തിട്ട് അസംബിൾ ചെയ്യുന്ന പോലത്തെ എല്ലാം ഒരു സ്ക്രൂസ് ഒക്കെ അഴിച്ചു വെക്കുന്ന പോലത്തെ ഒക്കെ മോഡലുകളാണ്. ഇത് ക്ലോത്ത് എയറർ, ഈ ഒരു സ്റ്റൈൽ കണ്ടോ, ഒരു അംബ്രല സ്റ്റൈൽ ഇവിടെയാണ്. ഇതേപോലത്തെയാണ് മെയിനായിട്ട് ഇവിടെ കാണാറ്. പിന്നെ കാണുന്ന മോഡലാണ് ഇതേപോലത്തെ കണ്ടോ, മൗണ്ട് ചെയ്യുന്ന പോലത്തെ. മൗണ്ട് ചെയ്താലും ഫോൾഡ് ചെയ്യാനും സാധിക്കുന്ന പോലത്തെയാണ് ക്ലോത്ത് എയറർ കാണാറുള്ളത്. പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബോക്സസിൻ്റെ സെക്ഷനാണ്. കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിറ്റേഴ്സ്, അങ്ങനെ പ്ലാസ്റ്റിക് സ്റ്റോറേജുകൾ ഇവിടെ കിട്ടും. അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നതെല്ലാം. ഇത് പൂൾ സോൾട്ട്. പൂൾ എല്ലാ ഹൗസസിൻ്റെ ബാക്കിലും ബാക്ക് യാർഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. ആ പൂളിലിടാനുള്ള പൂൾ സോൾട്ട്, അതേപോലെ പൂൾ ക്ലീൻ ചെയ്യാനുള്ള തിങ്സുകളും പിന്നെ പൂൾ കഴുകാനുള്ള മെഷീൻ, അതൊക്കെയാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ ഒരുപാട് ബ്രൂംസുകൾ കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബ്രൂംസ്. ഈ മോഡലാണ് കേട്ടോ ഇവിടുത്തെ ബ്രൂംസുകളെല്ലാം. കുറച്ചിങ്ങനെ നീളത്തിലായിരിക്കും ബ്രൂംസുകളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ മുഴുവനും ലോണ്ട്രി സെക്ഷൻസ് ആണ്. എല്ലാം അതിന് പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത്സുകളും പിന്നെ വൈപ്സുകളും അതേപോലെ തന്നെ കുറേ ഗ്ലൗസുകൾ, പിന്നെ അങ്ങനെ ലോണ്ട്രി സെക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമല്ലോ എന്തൊക്കെ തിങ്സ് ഒക്കെയാണെന്ന്. അത് മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സെക്ഷൻ തന്നെ ഫുള്ളായിട്ടും ഇങ്ങനത്തെ തിങ്സുകൾ തന്നെയാണ്. പിന്നെ ഈ കടയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് പാക്സ് ആയിട്ട് എങ്ങനെ ഇരിക്കും. ഇതെല്ലാം നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് പോകാന്ന് പറയില്ലേ, വലിയ കാറൊക്കെ കൊണ്ടുവന്ന് ചുമന്നുകൊണ്ട് പോണ പോലത്തെ അത്രയും വലിയ തിങ്സുകളാണ് ഇരിക്കുന്നത്. മൊത്തം എല്ലാം മുറിച്ച് വാങ്ങാൻ കിട്ടുന്ന പോലെയും അങ്ങനെ. പിന്നെ ഡെലിവറി ഒന്നും ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരിക അങ്ങനത്തെ ഒന്നും ഞാൻ അധികം ബണ്ണിങ്സ് വെയർ ഹൗസിൻ്റെ കണ്ടിട്ടുമില്ല. പിന്നെ ഇത് നമ്മൾ ബാത്റൂം സെക്ഷനിലേക്ക് കടന്നു എന്നാണ്. കാരണം ഇവിടെ മുഴുവനും ടൈൽസുകളുടെ ഒരു സെക്ഷനാണ്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ആണ് കയറി വരുന്നത്. അത് വാട്ടർ ഫിൽറ്ററിൻ്റെ സെക്ഷനും പിന്നെ റേഞ്ച് ഹുഡ്, കുക്കിങ്ങിൻ്റെ റേഞ്ച് ഹുഡ് ഉണ്ടല്ലോ, ആ സെക്ഷൻസാണ് മുഴുവനും. പിന്നെ ഇത് കണ്ടോ ഡോർസുകൾ, ഇതെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ അസംബിൾ ചെയ്യുക. അളവുണ്ടാവും, ആ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് വരിക, മേടിക്കുക, എന്നിട്ട് കൊണ്ടുപോയി വെച്ച് ഫിക്സ് ചെയ്യുക. ഇതൊക്കെ വീടിൻ്റെ റൂഫിൻ്റെ മേലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. സോളാറിൻ്റെയും പിന്നെ അതുമാതിരി തന്നെ റൂഫിൻ്റെ എയർ സർക്കുലേറ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ കുറേ തിങ്സുകളും അതൊക്കെയാണ് ഈ കാണുന്ന സെക്ഷൻസ് മുഴുവനും. പിന്നെ അതുപോലെ തന്നെ മരങ്ങളും അതെ, നമുക്ക് മുറിച്ച് വാങ്ങാൻ പറ്റും. നമ്മുടെ ഒരു അളവിനനുസരിച്ച് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മുറിച്ച് വാങ്ങാൻ പറ്റും. ഇതൊക്കെ മെഷ് ഡോർസുകളൊക്കെയാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കില്ലേ മെഷ് ഡോറുകൾ, അങ്ങനത്തെയൊക്കെയാണ് ഇൻസെക്ട്സ് ഒക്കെ വരാതിരിക്കാൻ. പിന്നെ അതിൽ തന്നെ ടോയ്ലറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു വെയർ ഹൗസ്. കഫേ വരെ ഉണ്ട്, പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പോലത്തെ പ്ലേ ഗ്രൗണ്ടും ഉണ്ട്, കഫേയും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബണ്ണിങ്സ് വെയർ ഹൗസിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ കിച്ചൺ ഡിസ്പ്ലേ മോഡൽസ് ആണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ അസംബിൾ ചെയ്യാവുന്ന പോലത്തെ
തനി സെപ്പറേറ്റ് പീസുകളാണ്. ഇതെല്ലാം കൊണ്ടുപോയി നമ്മുടെ കിച്ചണിൽ നമുക്ക് വെച്ച് സ്ക്രൂ ചെയ്യാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മേക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളൂ ഇവിടുത്തെ കിച്ചൺ എന്നൊക്കെ പറയണത്. ഇതിനു വേണ്ടി പ്രത്യേക ആൾക്കാരൊന്നും വിളിച്ചിട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം ഒരു ഡിസ്പ്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വെക്കാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ കിട്ടും. എല്ലാം അസംബിൾ ചെയ്യുന്ന പോലത്തെ, എല്ലാത്തിൻ്റെയും മാനുവൽ അതിലുണ്ടാവും. അത് റീഡ് ചെയ്തിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. നമുക്ക് തന്നെ നമ്മുടെ എല്ലാ പണികളും നമുക്ക് തന്നെ ചെയ്ത് തീർക്കാം. ചെയ്യാറിയണം കേട്ടോ. പിന്നെ ഇത് കാണുന്നതൊക്കെ ലോക്കേഴ്സ് സെക്ഷനാണ്. പിന്നെ പെയിൻറ് സെക്ഷൻസ്, പെയിൻറ്റും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാൻ കിട്ടുക. എല്ലാ ടൈപ്പ് ഓഫ് പെയിൻറ്റുകളും. ഇപ്പോൾ പെയിൻറ്റിൻ്റെ സാധനങ്ങളും ഓക്കെ. ഇതൊക്കെ ലോൺ മൂവർ സെക്ഷനുകളാണ്. ഗ്രാസ് കട്ട് ചെയ്യുന്ന മെഷീൻസുകൾ, എഡ്ജ് കട്ട് ചെയ്യുന്ന മെഷീൻസുകൾ, ലോണിൻ്റെ അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ഉണ്ടാവും. ഇത് ഒരെണ്ണമെങ്കിലും മിക്കവരുടെ വീടുകളിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ലോൺ മൂവർ ഇല്ലാതിരിക്കില്ല, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇല്ലാതിരിക്കില്ല. അതാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ലോണൊക്കെ കട്ട് ചെയ്യുന്നത്. വെരി റയർലി ആണ് ആളെയൊക്കെ പുറത്തുനിന്ന് വിളിച്ച് ചെയ്യിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെ പിന്നെ ഔട്ട്ഡോർ ഗാർഡൻ സെക്ഷൻസ് ആണ്. ഔട്ട്ഡോർ ഗാർഡനിലേക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ, ഇൻഡോർ വളരെ കുറവാണ് ഈ സെക്ഷനിൽ. ഈ സെക്ഷനിലുള്ളത് മുഴുവൻ ഔട്ട്ഡോറിലേക്ക് ആവശ്യമുള്ള, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ തന്നെ കൈക്കോട്ടും എളാങ്കും കമ്പിപ്പാര, ഇങ്ങനെ അതിൻ്റെ വേറെ വേർഷനുകൾ, കുറച്ചും കൂടി മോഡേൺ ആയ വേർഷനുകളാണ് ഇരിക്കുന്നത് മൊത്തം. അങ്ങനത്തെ തിങ്സുകളാണ് ഇരിക്കുന്നതൊക്കെ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ മിക്കതും ഇങ്ങനത്തെ തിങ്സുകളൊക്കെ കാണാറുമുണ്ട്. അവർ ഗാർഡൻ വർക്ക് എപ്പോഴും പുറത്തൊക്കെ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് കുത്തുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫുൾ ബണ്ണിങ്സ് പ്രൊഡക്റ്റാണ്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ തന്നെ ഇനി കിട്ടുള്ളൂ മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കടയ്ക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനുള്ളതാണ്. പിന്നെ ഇതൊക്കെ ലൈവ് വേംസ് ആണ്. കുറേ പേരൊക്കെ ഇങ്ങനെ കമ്പോസ്റ്റൊക്കെ ചെയ്യും വീട്ടിലെ വെജിറ്റബിൾ വേസ്റ്റൊക്കെ വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അതൊക്കെ. പിന്നെ കാണുന്നതാണ് നിങ്ങൾ, ഇതൊക്കെ അറിയാലോ, റെറ്റിക്കുലേഷൻ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള തിങ്സുകൾ. വാട്ടറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ചെടികളിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ കുറേ തിങ്സുകളൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്യാനുണ്ട്. ഓരോ ചെടികളിലും പോയി വെള്ളം നനയണമല്ലോ, അതിന് വേണ്ടുന്നുള്ള എല്ലാ തിങ്സുകളും ഇതായി ഇവിടെ കിട്ടും. പിന്നെ ഇതൊക്കെ ആർഭാടായിട്ടുള്ള മെയിൽ ബോക്സുകളാണ്. പിന്നെ ഇത് പൈപ്പ്, പേരെന്താ പറയുക, മൊബൈൽ ഹോസ് റീൽ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഹാൻഡി ആയിട്ടുള്ള ഒരു മൊബൈൽ ഹോസ് റീലാണ്. ഇതിലാണ് ഹോസ് ഇട്ട് വയ്ക്കുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ വലിച്ച് അത് തന്നെ വലിഞ്ഞ് വന്നോളും. അങ്ങനത്തെ മോഡലുകളൊക്കെയാണ്. അതല്ലാതെ തന്നെ ഓർഡിനറി ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അങ്ങനത്തെ തിങ്സുകളൊക്കെ ഉണ്ട്. ആ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് മുഴുവനും. കാണുന്നതെല്ലാം പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ, സോയിൽ വെറ്ററുകൾ, അങ്ങനത്തെ കുറേ സെക്ഷനുകളാണ്. ഏത് പ്ലാന്റിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാവും. റോസാണോ, ഓർക്കിഡാണോ, ആന്തൂറിയാണോ, പിന്നെ സ്നെയിലിനെ കളയാനുള്ളതാണോ, ലോണിനെ കളയാനുള്ളതാണോ, വീഡ്സിനെ കളയാനുള്ളതാണോ, അതൊക്കെ വായിച്ച് അതിന്നൊക്കെ എടുക്കുക നമ്മൾ. എന്നിട്ട് അത് മനസ്സിലാവണില്ലെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ആൾക്കാരുണ്ടാവും, നല്ല നോളജായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ നല്ല നോളജായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ നല്ല അടിപൊളി മരുന്നുകളൊക്കെ തരും. അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ ഇതൊക്കെ സീഡ്സുകളാണ്. സീഡ്സുകൾ ഞാൻ കൊണ്ടുപോയിട്ട് ഇതേപോലെ നടാറുണ്ട്. ഞാനൊരു സീനികയുടെ ഒരു സീഡ് കൊണ്ടുപോയിട്ട് ഫുൾ പാക്കറ്റ് നട്ടിട്ട് ഒരു സീനിക മുളച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓസ്മോ കോട്ടിൻ്റെ ഈ പല തരത്തിലുള്ള ഗ്രാന്യൂൾ പോലെ വെജിറ്റബിൾ മിക്സുകൾ, ഈ വളം എന്ന് പറയില്ലേ നമ്മൾ, അത് തന്നെ അതിൻ്റെയൊക്കെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, ആ ഒരു വേർഷൻസാണ് ഈ കാണുന്നത് മൊത്തത്തിലുള്ളത്. കണ്ടില്ലേ, ഓർക്കിഡിൻ്റെ, റോസിൻ്റെ, ഇങ്ങനെ കുറേ സെക്ഷനുകൾ ഇവിടെ കിടക്കും. ഇവിടെയുള്ളതൊക്കെ ഈ കൊയർ സോയിലുണ്ടല്ലോ, നാച്ചുറൽ കൊയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗാർഡൻ സോയിൽ, അത് ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ്, ഞാൻ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങി ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നുണ്ട്. അതിൽ ആ ചട്ടികളിലേക്കൊക്കെ ഇടാനായിട്ട് കുറച്ച് ഗാർഡൻ സോയിൽ എനിക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റീസാണ് അതൊക്കെ. പിന്നെ ചരടുകൾ, ഇതൊക്കെ ഗാർഡനിൽ വെക്കണ കുറേ കാര്യങ്ങളൊക്കെയാണ്. കോഴിക്കോട് കണ്ടിട്ടുണ്ടോ, കോഴിക്കോട്. പിന്നെ ഇത് ഗാരേജ് ഷെഡ് എന്ന് പറയും. ഇതിനെ ഷെഡാണ്. ഇതിങ്ങനെ ഷെഡ് എല്ലാവരും വീടിൻ്റെ ബാക്കിലുണ്ടാവും. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ടുവിടും.
വല്ല ഇങ്ങനെ ഇപ്പോൾ ഇതായിരുന്നു അസംബിൾ ചെയ്യുക, ഇങ്ങനെ കൊണ്ടുപോയി അസംബിൾ ചെയ്യുക തന്നെ കേസ്. ഇത് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഇങ്ങനെ മേടിച്ചു കൊണ്ടുപോയി വീടുകളിൽ വയ്ക്കാം. വീട്ടിൽ സ്ഥലമുള്ളവർക്ക് വയ്ക്കാം, കുറേ സ്ഥലമുള്ളവരൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ വേറൊരു മോഡൽ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കടക്കണ അത്ര മണ്ണില്ല എനിക്ക്. മണ്ണ് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ പാപ്പരാശിയാവും. അതുകൊണ്ട് ഞാൻ പലതരത്തിലുള്ള പേപ്പിൾസ് ഓരോരുത്തർ ഇത് കൈയിട്ട് വാരി കൊണ്ടുപോയതാണോ? ഇതാണ് ഗാർഡൻ. അപ്പോൾ ഇവിടെ നിന്നാണ് സാധാരണ നമ്മൾ ചെടികൾ മേടിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ നഴ്സറീസ് അല്ല, നഴ്സറി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും വാട്ടർ പ്ലാന്റ്സാണ്. കന്ന കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്നാൾ വാട്ടർ പ്ലാന്റ് ആണെന്ന് കന്ന. ഇതൊക്കെ കുട്ടികളുടെ ഓരോ സെക്ഷനുകളാട്ടോ, ആടുന്നത്, ഊഞ്ഞാലാടുന്നത്. ഒരു ബ്ലാക്ക് മൾച്ച് എന്ന് പറയും. ഇവിടെ മണ്ണ് അത്ര നല്ലതല്ലാത്ത കാരണം ഈ ഇങ്ങനത്തെ മൾച്ചുകൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണം എന്തെങ്കിലും ഒരു ചെടി നടണമെങ്കിൽ. അതാണ് ഞാൻ ആ കൊയറിൻ്റെ എടുത്തത്. കൊയറിനും ഭയങ്കര വിലയാണ്. മണ്ണ് ഭയങ്കര മോശം അവിടുത്തെ. ഇത് എയർ നിറച്ചിട്ട് വെള്ളം ഇടണത്. ഇതേപോലെ ഇങ്ങനെ ഓരോ പ്ലാന്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇതാണ് മൾച്ചിൻ്റെ ഒരു സെക്ഷനാണ് തന്നെയാണ് ഇട്ടതൊക്കെ. മണ്ണെന്ന് പറയില്ലേ, ചെടിയിലിടുന്ന മണ്ണിൻ്റെ കളറാണ് ഇതാ കിടക്കുന്നത്. കുറച്ച് നാൾ തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പോയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ. അപ്പോൾ കുറച്ച് നാൾ തുറക്കാതിരിക്കുമ്പോൾ അതേപോലെ ഗനാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം പൊടിച്ച വരും. എനിക്കങ്ങനെ ഉണ്ടായി. അതിനെ പിന്നെ തുരത്താനായിട്ട് ഞാൻ നീം ഓയിൽ നോക്കി നടക്കുമായിരുന്നു. സ്റ്റിൽ വലിയ കാര്യമില്ല. അപ്പോൾ സ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കുമ്പോൾ അപ്പോൾ തന്നെ പോട്ടിങ് മിക്സ് അപ്പോൾ തന്നെ നിറച്ച് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ നടാൻ ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. സോയിൽ ഇംപ്രൂവ് പ്ലസ് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവിടുത്തെ സോയിലിന് കുറച്ച് ഇതേപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇത് കണ്ടോ, മൾച്ച് ഇതെല്ലാം കൂടിയിട്ട്. പിന്നെ ഇത് അവിടെ ചൂട് വരുമ്പോൾ ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് ഈ മൾച്ചിടുന്നത്. പിന്നെ കൗമാനൂർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കൗമാനൂറല്ല, ഓർഗാനിക് കമ്പോസ്റ്റ്. അത് മിക്സ്ഡാണ്. അപ്പോൾ കുറച്ച് ട്രീറ്റഡും ആണ്, ഒറിജിനലല്ല കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ ചില ചെടികൾക്ക് ഇടുമ്പോൾ, ഇപ്പോൾ ചാണം തെളിക്കാൻ എന്നൊക്കെ പറയണ അങ്ങനത്തെ ചെടികളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഡെക്കറേറ്റീവ് ഗാർഡൻ മൾച്ച്, ഇത് ഡെക്കറേഷൻ ചെയ്യുന്ന തരത്തിലുള്ള ബ്രിക്സുകളാണ്. പിന്നെ ഇത് കല്ലുകളാണ്. പിന്നെ ഇത് പേവർ സാൻഡ് എന്നൊക്കെ പറയും, മണലിലുണ്ടല്ലോ. അതിന് 798 ഈ ഒരു സാധനത്തിന് 20 കിലോന്. അതുപോലെ ഇത് ഗാർഡനിൽ വിരിക്കുന്ന പോലത്തെ ഇത് കൗമാനൂർ, റൂസ്റ്റർ മാനർ. ഇവിടെയൊക്കെ നല്ല നാറ്റുണ്ട്. പിന്നെ മിൽക്ക് ക്യാൻ പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ചെടിച്ചട്ടികളാണ് അതൊക്കെ. ഇത് ഡെക്കറേഷൻ ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതായത് ഇതൊക്കെ ഡെക്കറേഷൻ ഐറ്റംസാണ്. പിന്നെ അതൊക്കെ ഓടിച്ച് കാണിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിയണില്ലല്ലോ, നിങ്ങൾക്കും ബോറടിയാവില്ലേ. പിന്നെ ഇതൊക്കെ റിവർ പെബിൾ എന്ന് പറയും. ഇതൊക്കെ നമുക്കിങ്ങനെ ഭംഗിക്കിടാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളാണ്. ഇതൊക്കെ വാങ്ങി തോൽക്കും ചിലപ്പം. ഞാനൊക്കെ ഇതിൻ്റെ പിന്നാലെ കുറേ കാലം നടന്നിട്ട് പിന്നെ ഉപേക്ഷിച്ച കേസുകളാണ്. അത് ഒരു ചാക്കിലൊന്നും നിൽക്കില്ല. ഒരു ചാക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല $10-20 വിലയുണ്ട്. ഒരു 5 കിലോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എത്ര കൊണ്ടുവന്ന് ഇട്ടാലാണ് തികയ്ക്കുക എന്നുള്ളതാണ് പിന്നത്തെ കേസ്. അപ്പം ഈ ചെടിയൊക്കെ മീനുകളൊക്കെ വളർത്തണ കാരണം കൊണ്ട് അങ്ങനെ ഞാൻ മീനുകളൊക്കെ വളർത്തണ കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊക്കെ ഈ കല്ലുകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടൊക്കെ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കല്ലുകളും ഇതൊക്കെ. കുറച്ചുകൂടി പൈസ ഇവിടെയാണെങ്കിൽ അങ്ങനെ ഓഫറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിങ്ങനത്തെ ബാരലിൽ ഈ ഇവിടുത്തെ വൈനറീനെ ഓർമ്മിപ്പിക്കണ വിധത്തിലുള്ള ഇതൊക്കെയാണ് ഈ ബാരലും ഇതൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ നഴ്സറി എന്ന് പറയണത്. നഴ്സറി എന്ന് പറഞ്ഞാൽ ബണ്ണിങ്സിൽ എല്ലാം ഉണ്ടാവും. നഴ്സറി ആയിട്ടെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വിൽക്കുന്നത് വളരെ കുറവാണ്. ഉണ്ട്, അതിൽ ഇതിനേക്കാളും കത്തി വിലയാണ്. നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല അത്ര. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഗ്രീൻ കൗച്ച് എന്ന് പറഞ്ഞിട്ട് വിരിക്കണ പോലത്തേക്കാണ് ഇതൊക്കെ. പിന്നെ ഇതാ തക്കാളി ചെടി കണ്ട, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കണം കണ്ട തക്കാളി ചെടി. ഇതാ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് ICUവിൽ കൊടുക്കുന്ന പ്ലാന്റ്സാണ്. വില കുറവൊന്നും കാണുന്നില്ല. ഈ ഉണങ്ങി കടിച്ച് കിടക്കുന്നതിന് തന്നെ $10 ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. എത്ര പൈസ ഉണ്ടാക്കണം നോക്ക്. മൾബറിയാണത്, ഈ കാണുന്നത് മൾബറിയാണ്.
തൂങ്ങി കിടക്കണം. ഞാൻ അതിലൂടെ പോയി കഴിഞ്ഞാൽ അമ്മച്ചീനെ തട്ടുന്നത് വേണ്ട. ഓക്കെ, ഇവിടെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഒരാൾ. പിന്നെ അതാ റോസ് ഫ്ലവേഴ്സ് കാണിച്ചരാം. അങ്ങനെ റോസ് ഫ്ലവേഴ്സ്. പിന്നെ ഇവിടെ കുറച്ച് സമ്മറായി തുടങ്ങി. സമ്മറെന്ന് പറയാൻ പറ്റില്ല, വെയിലായി തുടങ്ങി. സോ ആൾക്കാരൊക്കെ ഈ ഗാർഡൻ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ, ഈ വിൻ്ററൊക്കെ വിട്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗാർഡൻ ഇനി ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും എല്ലാവരും. എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ നമ്മുടെ നാട്ടിലേക്ക് പാല എന്ന് പറയില്ലേ, യക്ഷി വരും എന്നൊക്കെ പറയും, ഗന്ധർവം വരും എന്നൊക്കെ പറയും. ഇത് ഫ്ലവേഴ്സാണ്. ഇതിങ്ങനെ കൊട്ടയിൽ കൊണ്ടുപോയി വെച്ച് ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിറച്ചുണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചാൽ അതിൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് ഹെർബ്സൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ ഒരു വയലറ്റ് ക്യാരറ്റിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നില്ലേ, പർപ്പിൾ ക്യാരറ്റ് ഹൽവ, അതിൻ്റെയാണ്. പിന്നെ അസ്പരാഗസ്, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ റെസിപ്പി ഇടുന്നതായിരിക്കും. നല്ല ടേസ്റ്റായിരുന്നു. ആപ്പിളും പിന്നെ പാഷൻ ഫ്രൂട്ട്, നെക്ടാറിൻ, അങ്ങനെ ഇവിടുത്തേതായ ഇവിടെ ഉണ്ടാവും തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടോ, പ്ലംസ് അങ്ങനത്തെയൊക്കെയാണ്. മാമ്പഴക്കം സീസൺ ആകുമ്പോൾ വരും. ഇത് ഓറഞ്ച് എന്നും പറയും. ശരിക്കുള്ള ഓറഞ്ചിന് എന്താ പറയുക അറിയോ? അയ്യോ മറന്നു പോയാലോ പേര്. ഇതൊക്കെ ഇതാ ഓണിയൻ സ്പ്രിങ്, മല്ലിയില, ബീട്രൂട്ട്, പിന്നെന്താ ലെറ്റ്യൂസ്, അങ്ങനെയൊക്കെയാണ്. ഇതാണ് ബോറടിക്കണമെങ്കിൽ ഞാനോട് പറയണം കേട്ടോ. കാരണം ഇവിടെ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല, ചുമ്മാ വെറുതെ കവർ ചെയ്യണം. നല്ല ഭംഗിയുള്ള സെൻസവേരിയയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇവിടെ. ഇതൊക്കെ ഗാർഡൻ സെക്ഷൻസാണ്. പിന്നെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ്. ഇതാണ് താമരക്കുളം. ഇത് വിലയാണത് ഈ കാണുന്നത്. ഇതൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഗാർഡൻ ഇഷ്ടമുള്ളവരുണ്ട്, അവർക്കായിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യണത്. ബാംബു പ്ലാന്റ് കാണുന്നത് മൊത്തം അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ബണ്ണിങ്സ് വെയർ ഹൗസിന്റെ വീഡിയോ വലിയ ബോറടിപ്പിക്കാണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാഴ്ചവെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് വിടണം. അപ്പോഴാണ് ഞാൻ ഇതേപോലത്തെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനാബിൾ ചെയ്ത് വിടും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേഗം തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ഇതിനൊന്നും സമയം കളയാൻ നേരമല്ലേ നമ്മൾക്ക്, അല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.